സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പറ്റുന്നത് നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയെ പറ്റിയാണ്. ആളൊരു പാവമാണ്. പുള്ളിക്കാരന് പാർട്ടി വിട്ടൊരു കളിയില്ല. കൂടെ നിൽക്കുന്നവരെയും പാർട്ടിക്കാരെയും ഒക്കെ സൂചിപ്പിക്കാനും അവർ പറയുന്നത് എന്തൊക്കെ ചെയ്യാനുമുള്ളൊരു താല്പര്യമുള്ള വ്യക്തി. എന്ന് വെച്ചാൽ സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും ചെയ്യും. അത് കാരണമാണ് പുള്ളിക്ക് വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയത്. ആക്ച്വലി പുള്ളിയുടെ ഡിഗ്രിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഡിഗ്രിയൊക്കെ ഉണ്ട്. പക്ഷേ 4 പേരുടെ വെട്ടത്ത് ഒരു ഇംഗ്ലീഷ് സംസാരിക്കും നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. എടാ അറിയാവുന്നവരാരെങ്കിലും ഇത് പറയടാ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊന്നും അല്ല ഇവിടെ പറയാൻ വരുന്നത്. പുള്ളിക്കാരൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു പത്രസമ്മേളനത്തിൽ മറ്റേ പറയുകയുണ്ടായി, ഇനി ഞാൻ നേമത്ത് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുത്തി, അത് വേറെ കാര്യം. എന്നാലും പുള്ളിയുടെ വായിൽ നിന്ന് വന്നു, ഇനി നേമത്ത് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേമത്ത് പണ്ട് ഒ രാജഗോപാൽ BJP സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം മിക്കവാറും രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് കാരണം പുള്ളിക്ക് മത്സരിക്കാനില്ലെന്ന് പുള്ളി ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. എന്നാലും പുള്ളി പറഞ്ഞു ഇനി ഞാൻ മത്സരിക്കാനില്ല, പിന്നെ തിരുത്തിയെങ്കിലും. അപ്പം ഇതുപോലാണ് സാധാരണ ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് മന്ത്രിമാരുടെ എല്ലാം സ്ഥിതി. മത്സരിക്കാനായിട്ട് അവർക്കൊക്കെ മടിയാണ്. നിർബന്ധിച്ചെനി മത്സരിപ്പിക്കുകയാണെങ്കിൽ മത്സരിക്കും. അതുപോലാണ് ഇപ്പോഴത്തെ ഈ മന്ത്രിമാരുടെ കാര്യം. അവരുടെ പ്രവർത്തനം അതുപോലെയായിരുന്നു. ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുതായിരുന്നു. അദ്ദേഹത്തിനോട് പറയണമായിരുന്നു, അദ്ദേഹം തന്നെ പറയണമായിരുന്നു ഞാൻ മത്സരിക്കും എന്നൊക്കെ പറയണം. പക്ഷെ പുള്ളിക്ക് തന്നെ അതിനുള്ള കരുത്തില്ല. പുള്ളി ഇത്രയും ഈ എന്താ പറയുക, സെക്രട്ടേറിയറ്റ് നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുമ്പം മേശപ്പുറത്ത് കയറി ചാടി ശുഷ്കാന്തിയൊക്കെ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്ക് ഇത് പറയേണ്ടി വന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തുവാണെന്ന് നമ്മളിത് ചിന്തിച്ച് നോക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.